കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല തിരക്കായിരുന്നു ക്രിസ്മസിൻ്റെയും പിന്നെ കല്യാണ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. 2 കല്യാണ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഭയങ്കര തിരക്കായി പോയായിരുന്നേ. ഞാൻ ഇനി കുറച്ച് ദിവസത്തേക്ക് വീട്ടിലിരുന്ന് തയ്ക്കുന്നതെന്ന് വെച്ചാൽ അധികം തയ്ക്കേണ്ടെന്ന് എന്നോട് ഇവിടെ പറഞ്ഞു. ഓർഡർ ഇട്ടേക്കാണ്. കാരണം നല്ല ക്ഷീണമായി പോയായിരുന്നു എനിക്ക്. രാത്രി 2 മണി 3 മണി വരെയൊക്കെ ആയിരുന്നു ഇരുന്ന് തയ്ച്ചുകൊണ്ടിരുന്നത്. പകലും രാത്രി അത്രയും സമയം എല്ലാ ദിവസവും ഇരിക്കുന്നുണ്ടായിരുന്നു. 2 ആഴ്ച ഫുൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞാനാകെ ഒരു വയ്യാതെ ആയിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരാഴ്ച റെസ്റ്റ് എടുക്കാം. പക്ഷെ അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കടയിൽ വന്നിട്ട് കുറച്ചൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക്. കുറേ പേര് മെസ്സേജ് അയച്ചായിരുന്നു എനിക്ക്, എൻ്റെ വീഡിയോ കാണുന്നില്ലല്ലോ ഒന്നും. പിന്നെ ഫുൾ വീഡിയോ ഇടാമെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഫുൾ വീഡിയോ ഒക്കെ ഞാൻ ഇടയ്ക്ക് ഇട്ടോളാം, എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് സമയമുള്ള പോലെ എടുത്ത് ഇടാമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പം. കാരണം അത്രയും തിരക്കാണ് എനിക്ക്. എപ്പോഴും പണിയുണ്ട്, എപ്പോഴും. ഒരു ശകലം പോലും ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഈ ആഴ്ച എന്തായാലും എന്നോട് വീട്ടിൽ പറഞ്ഞു, ഇനി ഈ ഒരാഴ്ച എന്നോട് പറഞ്ഞാൽ അധികം തയ്ക്കരുത്, ഒന്നും തയ്ക്കണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഇരിക്കാൻ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് തയ്ക്കുന്നുണ്ട്. അപ്പം ഈ ഒരാഴ്ച ഫുള്ളും വീട്ടിൽ തന്നെയാണ് കേട്ടോ. ഇനി നാളെ മുതൽ ഫുള്ളായിട്ടും വീട്ടിൽ തന്നെ ഇരുന്ന് തയ്ക്കാമെന്ന് ഓർത്തു. പിന്നെ ഈ എടുക്കുന്ന ചുരിദാറിൻ്റെ ആളുണ്ടല്ലോ, ഒരു ഉഷ ചേച്ചിയാണ് കേട്ടോ. ഈ ചേച്ചി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരും. ഇന്നാളൊരു കേക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ ഈ ചേച്ചി. എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊണ്ടുവരും കേട്ടോ. എന്തോരം തയ്ച്ചു കൊടുത്തില്ലെങ്കിലും അതിനൊരു ദേഷ്യം ഇതുവരെ കാണിച്ചിട്ടില്ല എന്നോട്. പാവം കേട്ടോ. ആ ചേച്ചി ഇടയ്ക്ക് വരുമ്പോൾ പായസം ഉണ്ടാക്കി കൊണ്ടുവരും. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പലഹാരമൊക്കെ കൊണ്ടുവരും. അങ്ങനത്തെ ഒരു ചേച്ചി. ഒന്നും പറയുകയില്ല കേട്ടോ. അതിനെ ഒത്തിരി ആയിട്ട് പറ്റിക്കണു. അപ്പോൾ എനിക്കിത് ഈ ആഴ്ച ഞാനിത് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ആ ചേച്ചിയുടേത് ഇപ്പം അങ്ങ് തയ്ച്ച് തീർത്ത് വിളിച്ച് കൊടുക്കണം എന്ന് ഓർത്തിട്ട് ഞാനിതൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. അപ്പം ഈ കാണിക്കുന്ന അത്രയും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണേ. ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ഇപ്പോൾ കടയിൽ പോയിട്ട് ഇത്രയും എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇത് കുറേശ്ശെ വീട്ടിലിരുന്ന് തയ്ച്ച് തീർക്കണം. ക്ഷീണമൊക്കെ മാറിയിട്ട് ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് കടയിൽ വീണ്ടും വന്നിരുന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചാണ്. അതുവരെ വീഡിയോസൊക്കെ കാണില്ല കേട്ടോ. ഇനിയിപ്പം ഇതൊക്കെ വീട്ടിലിരുന്ന് തയ്ക്കുമ്പോൾ ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുക്കാറില്ലല്ലോ. അതുകൊണ്ട് പുതിയ വീഡിയോ എടുക്കാമെല്ലാം പറ്റിയാൽ ഞാൻ ഇടാവേ. ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്ക് കേട്ടോ, വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ച്. അപ്പം ലോങ് വീഡിയോയും ഒന്നും എടുക്കുന്നില്ല. ഷോർട്ടാണേലും എനിക്ക് അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റിയില്ല തയ്ച്ചതിൻ്റെ കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.